ഉണ്ണിയങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കുറച്ച് നാളായില്ലേ കണ്ടിട്ട്. ആ അപ്പൊ മധുവങ്കൾ എവിടെ പോയി? എവിടെ അപ്പൊ പോയി? ഞങ്ങള് അതാണ് അതാണ് ഉണ്ണിയങ്കളുടെ ചോദിക്കാനുള്ളത്. മധുവങ്കൾ എവിടെ പോയി? മധുവിനെ പറഞ്ഞു വിട്ട്. മധുവങ്ങളെ മെഡിറ്റേഷന് പോയിരിക്കാണ്. അതെ, ആന്ന് വിശ്വസിച്ചു. ഞാനിങ്ങനെ എല്ലാ കാര്യം വിശ്വസിക്കും. ഒരാളെന്നോട് ഇപ്പൊ കള്ളാന്ന് പറഞ്ഞു വിചാരിക്കും, ആ ഞാനത് വിശ്വസിക്കും. ബാക്കി എല്ലാരും ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കും. അത് വിശ്വസിച്ചു എന്നറിയും. നിഷ്കളങ്കയാണ് മധു നമ്മുടെ. വത്തിക്കാനിൽ പോയിരിക്കുക. പിന്നെ ഒരാളിപ്പോ ചളി പറയുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ചിരിക്കണത് ഞാനായിരിക്കും. വത്തിക്കാനിൽ പോവാതെ പറഞ്ഞപ്പാട് അതെ, ഒരാളെ ചളി പറയുകയാണെങ്കിൽ അനുഷ്ക, അപ്പൊ ഇന്ന് ഡെഡിക്കേഷൻ ആർക്കാണ്? അച്ഛൻ. അച്ഛൻ. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അച്ഛന് ഡെഡിക്കേഷൻ? അച്ഛനാണ് എന്റെ മ്യൂസിക്കിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണ ആള്. അച്ഛൻ ഖത്തറിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ 3 വർഷമായി. അതിപ്പോ അച്ഛൻ ഖത്തറിക്ക് പോയിട്ടില്ല തിരിച്ചിട്ട്. എന്റെ പാട്ടിന് വേണ്ടി തന്നെ ഇങ്ങനെ കൊണ്ടു നടക്കാണ്. തീർച്ചയായിട്ടും ദാറ്റ്സ് ഗ്രേറ്റ് അല്ലേ? ഇപ്പൊ ഇവിടെ ജോലി ചെയ്യാം. ഇപ്പൊ അമ്മയും അച്ഛനും ഷോപ്പ് ബൊട്ടിക്കിൽ എവിടെ ചെയ്യാം? ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ ഏത് പാട്ടാണ് അച്ഛൻ ഡെഡിക്കേഷൻ? കടലോളം വാത്സല്യം. താരാട്ടായി തരും അച്ഛൻ. അച്ഛന്റെ പാട്ട് തന്നെ. മഞ്ചരി സോങ് അല്ലേ? മ്യൂസിക് ബിജിപാൽ. എനിക്കറിയാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകനാണ് ബിജിപാൽ. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് അതും എനിക്കറിയാം, അനിൽ പനച്ചൂരാൻ. അനിലിലൂടെ ഒരുപാട് പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അനിൽ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ അനിലിനെ ഓർക്കുകയാണ്. പാടിയിരിക്കുന്നത് മഞ്ചേരി ചേച്ചി. മഞ്ചേരി. മഞ്ചേരി സൂപ്പർ സിംഗറാണ്. പിന്നെ സിനിമ മിന്നാമിന്നി കൂട്ടം. ഏത് വർഷം? 2008. ഈ പാട്ട് കേൾക്കാൻ പോകുന്നതിന് മുന്നേ നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ? നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിടഞ്ഞാൽ എന്നുയിരിൽ പുരിരുള്. തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ, മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ. ഒരാളവിടെ ഇരുന്നു പോയി നിലത്ത്. അത് ഞാൻ 6th പഠിക്കുമ്പോ ഖത്തറിൽ നിന്ന് വന്നാ സർപ്രൈസ് ആയിട്ട് വന്നു. അത് ഞാൻ എക്സാം എഴുതിയിട്ട് വരാം, ആനുവൽ എക്സാം. അപ്പോൾ അമ്മ സ്കൂളിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് അമ്മ അനിയത്തിനോട് പറഞ്ഞു പൈസ തന്നിട്ട് ഓട്ടോൻ്റെ പൈസ കൊടുക്ക്, വീട്ടിൽ പോട്ടെ വേഗം എന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. അവിടെ വീട്ടിൽ നിന്നിട്ട് എന്നിട്ട് പോയപ്പോൾ ഒരാളവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കാനുണ്ട്. ഞാൻ വെച്ചാൽ എൻ്റെ വല്യച്ഛനായിരിക്കും. പെട്ടെന്ന് നോക്കിയപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഷോക്ക്. അതിൻ്റെ താഴെ കുറേ കമന്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനില്ലാത്ത മക്കളൊക്കെ വന്നിട്ട് കുറേ കമന്റ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് കുറേ പേര് കരഞ്ഞു എന്നുള്ളതാണ്.